ജീവനക്കാരുടെ അവകാശങ്ങൾക്കെതിരായി ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടിന് തുടർച്ചയായി നിരന്തരമായി ഇനിയും ഒരു 10-15 മാസം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ സമരങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ എല്ലാ സർവീസ് സംഘടനകളും നടത്തുന്ന സമരം ജനങ്ങൾക്കിടയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജീവനക്കാരിപ്പോൾ 1.5 ലക്ഷം കോടിയുടെ ബാധ്യത നിങ്ങൾക്ക് തരാനുണ്ടെന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്രയും പണം 6 കോടി ലക്ഷം രൂപയുടെ ഈ കടബാധ്യതയുള്ള ഒരു സർക്കാർ അതിൽ 1/5 കടം കൊടുക്കേണ്ടത് നാട്ടിലെ സർക്കാർ ജീവനക്കാർക്കാണ്, അല്ലെങ്കിൽ പെൻഷൻ പറ്റിയ ആളുകൾക്കാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ആ പോരാട്ടത്തിൽ അവരെല്ലാം അണിനിരത്താൻ നിങ്ങൾക്ക് കഴിയണം. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് 1-2 വാക്കേ ഞാൻ പറയുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയത് വളരെ വിചിത്രമായിട്ടാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ജയിക്കുമ്പോൾ തീവ്രവാദി വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി UDF വിജയിച്ചു എന്നാണ്. ഇത് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു ചിത്രം പത്രങ്ങളിലൊക്കെ വന്നു. എന്താണ് PDP LDFന് പിന്തുണ പ്രഖ്യാപിച്ചു. ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അഖില ഭാരത ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചു. ഗോവിന്ദൻ മാഷോ മുഖ്യമന്ത്രിയോ ആരും ഇല്ലാത്ത പാർട്ടികളാണ് ഇവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ പറയാത്ത ആളുകൾ അവസാനം എന്താ പറഞ്ഞു? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. 2 വർഗീയവാദികളെ സ്വന്തം കക്ഷത്തിലെടുത്ത് വെച്ചുകൊണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഇവരുടെയും വോട്ട് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചോ? UDFനുണ്ടായ വിജയം ഈ സർക്കാരിന് എതിരായിട്ടുള്ള ജനവികാരമാണ് എന്ന ചിന്ത ശക്തിപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞതെങ്കിലും ഗോവിന്ദൻ മാഷേക്കാൾ ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ. ഗോവിന്ദൻ മാഷേക്കാൾ കൂടുതൽ രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതുകൊണ്ട് ആ വാദം അല്പം പോലും വേശിയില്ല. ഈ 6 തെരഞ്ഞെടുപ്പിലും നിങ്ങൾ നോക്കിക്കോ, മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായതെന്താ? പുതുപ്പള്ളി ജയിച്ചപ്പോൾ പറഞ്ഞു സഹതാപം, എല്ലാ വർഗീയ ശക്തികളും ഉണ്ടായിരുന്നു. നമ്മുടെ തൃക്കാക്കരയിലും പറഞ്ഞു സഹതാപം, എല്ലാം സഹതാപമാണ്. എല്ലായിടത്തും വർഗീയ ശക്തികളുടെ പിന്തുണയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ സർക്കാരിനെതിരായി കൊടുത്ത താക്കീതാണ്. ആ താക്കീത് ഇനി ജനങ്ങളുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ വികാരം ഉദ്ദീപിപ്പിക്കാൻ, അതിലൂടെ ജീവനക്കാരുടെ വലിയ ഒരു പോരാട്ടങ്ങളിലൂടെ ഈ സർക്കാരിന്റെ അന്ത്യം, അതിദയനീയമായ ഒരു അന്ത്യം കുറിക്കാനുള്ള ഒരു ആവേശം നിങ്ങളുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ കൂടി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദനം.